ഈ വർഷം ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നൊരു സംഭവമാണ് കേട്ടോ ആറ്റുകാൽ പൊങ്കാല ഇടുക എന്ന് പറയുന്നത്. ഞാൻ ഇപ്പം ഇന്ത്യ വിട്ടിട്ട് 3 വർഷമായെങ്കിലും ഈ 3 വർഷങ്ങളിലും എനിക്ക് ആറ്റുകാൽ പൊങ്കാല ഇടാനുള്ളൊരു അവസരം ഒത്തു വന്നില്ല. ആൻഡ് അറ്റ് ലാസ്റ്റ് ഈ വർഷം ഫെബ്രുവരി ഒരു മിഡായപ്പോൾ എനിക്കിങ്ങനൊരു ഫീല് വരാൻ തുടങ്ങി, ആറ്റുകാൽ പൊങ്കാല ഈ വർഷം ഇടണമെന്ന്. പക്ഷേ അതിൻ്റേതായ ഒരുപാട് തടസ്സങ്ങളും എനിക്കുണ്ടായിരുന്നു. പക്ഷേ അറ്റ് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് ആറ്റുകാൽ പൊങ്കാല ഇടാൻ പറ്റി. ആൻഡ് ഭയങ്കര സന്തോഷം തോന്നി. കാരണം കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഞാനിങ്ങനെ ആറ്റുകാൽ പൊങ്കാല ലൈവായിട്ട് ടി വിയിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ ഇന്ത്യയിലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആറ്റുകാൽ പൊങ്കാല സമയമാകുമ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തെത്തും. കാരണം ചെറുതിലെ ഓർമ്മ വെച്ച കാലം തൊട്ടേ ആറ്റുകാൽ ദേവിയും ആറ്റുകാൽ പൊങ്കാലയും എന്ന് പറയുന്നത് എല്ലാ വർഷവും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ചെറുതിലെ അമ്മൂമ്മയുടെ കൂടെ ആറ്റുകാൽ അമ്പലത്തിൽ പോകുന്നതും ആറ്റുകാൽ അമ്പലത്തിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ പോയി പൊങ്കാല ഇടുന്നതും. പിന്നീട് ആറ്റുകാൽ ദേവിയുടെ പൊങ്കാല ഭയങ്കരമായ ഫേമസ് ആവാൻ തുടങ്ങിയപ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് അമ്മൂമ്മയുടെ വീട് ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൻ്റെ അടുത്താണ്. പിന്നെ അവിടെ പൊങ്കാല ഇടാൻ പറ്റി. അങ്ങനെ ഇപ്പം ഈ വർഷം പൊങ്കാല ഞാൻ ഇത്രയും ദൂരെ നിന്ന് ലൈവ് കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ പൊങ്കാല ഇടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ എല്ലാം നല്ലതായിട്ട് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പായസം വയ്ക്കാൻ പോകുന്നത് പാൽപ്പായസമാണ്. ആൻഡ് അവിടെ ലൈവായിട്ട് ഞാൻ ടി വിയിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ് ട്രിവാൻഡ്രത്ത് എന്താണ് നടക്കുന്നതെന്ന്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലത്തെ ഓരോ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ആറ്റുകാൽ പൊങ്കാല അമ്മൂമ്മയുടെ വീട്ടിൽ ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തലേ ദിവസമേ നമ്മൾ അമ്മൂമ്മയുടെ വീട്ടിൽ പോവുകയും അടുത്ത ദിവസം രാവിലെ അവിടെ ചൂട്ടും കൊതുമ്പും കലവും ഒക്കെ ആയിട്ട് ആൾക്കാർ നടക്കുകയും സ്ഥലത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുന്ന ശബ്ദവും ഒക്കെ കേട്ടാണ് നമ്മൾ എണീക്കുന്ന രാവിലെ. അത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി പുതിയ ഉടുപ്പിടുക, അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള കുറേ ഓർമ്മകളാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ വർഷം അതെല്ലാം മിസ് ചെയ്യുന്നു, ദൂരെ ആയതുകൊണ്ട്. പക്ഷേ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആറ്റുകാൽ ദേവിക്ക് വേണ്ടി ഞാൻ പൊങ്കാല ഇടുകയാണ്. ഇതിപ്പം ജർമ്മനിയിലെ 2ാമത്തെ വർഷമാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ജർമ്മനിയിൽ വന്നതിന് ശേഷം ആറ്റുകാൽ പൊങ്കാല ഇടുന്നത്. അങ്ങനെ എൻ്റെ പാൽപ്പായസം തിളച്ച് വെളിയിലേക്ക് ഇങ്ങനെ വീഴുന്നതാണ് നിങ്ങൾ കാണുന്നത്. പൊങ്കാല ഇടുമ്പോൾ എപ്പോഴും നമ്മൾ തിളച്ച് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് എൻ്റെ പാൽപ്പായസം റെഡിയായി. നാട്ടിലെ 2-2:30 മണിക്കാണ് നേദിക്കുന്നത്. അപ്പം ഇവിടെ നോക്കുമ്പം 11 മണിയാവും ഏകദേശം. അപ്പം ഇനി ആ ഒരു ചടങ്ങിന് കൂടെയാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം 11 o'clock ആവാറായി. അങ്ങനെ പായസം നേദിച്ച് കഴിക്കാൻ പോകുന്ന സന്തോഷത്തിലാണ് ഞാനിപ്പോൾ.